Hello, good evening, everyone. Very good evening. അർച്ചനാഥന് മാത്രമേ ഉള്ളൂ ഗുഡ് ഈവനിങ്. വേറെ ആരുടെയും വോയിസ് ഒന്നും. Good evening. Good evening, Anas sir. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് വേണു സാർ. എല്ലാവരും ഓക്കെ അല്ലേ? Yes. Okay, good evening. എന്നെ Okay. സാധിക്കുന്നു? ഓക്കെ, അപ്പം വിംബിൾ അക്കാദമിയുടെ 108ാമത്തെ ട്രെയിനർ സ്ട്രോക്ക് എന്ന സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനസ് ബിൻ സബീന. ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണുള്ളത്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഓച്ചിറ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ സൗദി അറേബ്യയിലെ ഒരു കമ്പനിയുടെ മാനേജറായിട്ടും ഇത് കൂടാതെ അത്യാവശ്യം ചെറിയ രീതിയിൽ പബ്ലിക് സ്പീക്കിങ്ങും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം വിംബിൾ അക്കാദമിയിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പല കോഴ്സുകളും ഞാനിങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ട്രെയിനിങ് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ ഒരു ലെവലിൽ മാത്രം നിന്നാൽ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു ലെവല് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പല അക്കാദമിയായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പം ഒരു പാർഷ്യലി നമ്മൾ ഫീസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ വളരെയധികം ഫീസ് കൂടുതലുള്ളതായിരുന്നു പല സ്ഥാപനങ്ങളും. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ബാച്ച് 20th ബാച്ചിലെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോഴ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കിട്ടിയത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഫൈസൽ സാറിൻ്റെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് ജോയിൻ ആയത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ട് കോഴ്സ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചാലും എസ്പെഷ്യലി നല്ല ടാസ്കുകളാണ്, അതേപോലെ തന്നെ നല്ല കോർഡിനേറ്റർ ആണ് നമുക്ക് അർച്ചന മേഡം ആയാലും ശരി, ഫൈസൽ സാർ ആയാലും ശരി. ഇത് കൂടാതെ നമ്മുടെ ബാച്ചിലുള്ള ഓരോ ആൾക്കാരും പല മേഖലകളിൽ നിന്നായിരുന്നു ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ആയിട്ടുള്ളത്. അപ്പം അവരുടെയൊക്കെ അറിവുകളൂടെ നമുക്ക് കിട്ടിയപ്പോഴത്തേക്കും ഈ 1 മാസം കൊണ്ട് എനിക്ക് ഏകദേശം 1 വർഷത്തോളം ഉള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു കോഴ്സിലൂടെ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എനിവേ ഇനി നമ്മുടെ വിംബിളിന്റെ ഭാഗത്തു നിന്നും 22ാമത്തെ ബാച്ച് ഈ വരുന്ന നവംബർ 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങളൊരു ട്രെയിനറിന്റെ ഒരു ബിഗിനർ ആയിക്കോട്ടെ, ഒരു ഇന്റർമീഡിയറ്റ് ആയിക്കോട്ടെ, ഒരു അഡ്വാൻസ് ലെവലിലായിക്കോട്ടെ, നിങ്ങൾ ഏതൊരാൾക്കും ഈ ഒരു കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു റിഗ്രറ്റ് തോന്നത്തില്ല. നമ്മുടെ കരിയറിൽ ഡെവലപ്പ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് പൂർണ്ണമായിട്ട് നമുക്ക് പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരെയും ആ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം. ഇന്നത്തെ ഈ ഒരു സെഷൻ അവതരിപ്പിക്കുന്നത് ഫസ്മിന മാഡം ആണ്. കഴിഞ്ഞ 2 സെഷൻ ഉണ്ട്, അതായത് ഫസ്മിന മാഡം കഴിഞ്ഞ 2 സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ദ ഇമ്പാക്ട് ഓഫ് ടീസിങ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു സെഷനും, അതേപോലെ തന്നെ എക്സ്ക്യൂസ് എ ഫെയിലർ ഓഫ് ഡിസീസ് എന്നീ 2 സെഷനും വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച ഫസ്മിന മാഡം ഒരു സോഷ്യൽ വർക്കറാണ്. നമ്മുടെ ഓരോ സമയവും ചിലപ്പോൾ നമുക്ക് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒരു നിസ്സാരവൽക്കേണ്ട ഒരു കാര്യമല്ല. കാരണം എന്താണ്, നമ്മുടെ ഒരു സമയമാണല്ലോ നമ്മളെ സംബന്ധിച്ച് ക്യാഷോ മറ്റു കാര്യങ്ങളോ ഒക്കെ കാട്ടിലുപരി ഏറ്റവും വലുത് എന്താണ്, നമ്മുടെ സമയം. ഈ ഒരു സമയം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണത്. അപ്പം ആ ഒരു മേഖലയിൽ നല്ല രീതിയിൽ ഒരു ട്രെയിനിങ് സെഷനും സോഷ്യൽ വർക്കറുമായിട്ട് മുന്നോട്ട് പോകുന്ന ഫസ്മിന മാഡം ആണ് നമുക്ക് ഇന്ന് ഈ ടോപ്പിക് അവതരിപ്പിക്കാൻ വരുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് റീഡിങ് അല്ലേ. ഇതിപ്പം ഏത് ജനറേഷനാണ്, പലതരത്തിലുള്ള ഒരു ജനറേഷനാണ്. നമുക്കറിയാവുന്ന ഒരുപാട് ജനറേഷൻസ് ഉണ്ട്. ഈ ഒരു ജനറേഷന്റെ പ്രത്യേകത എന്താ, നമുക്ക് എന്തൊരു അറിവുകൾ കിട്ടണമെങ്കിലും നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ആരെങ്കിലും ഒരാൾ ആൻസർ പറയാമോ? ഫസ്റ്റ് എവിടെ ആയിരിക്കും പോകുന്നത്? Google. Social media. ChatGPT, ഗൂഗിൾ, ജെമിനി, ഇങ്ങനെ പലതരത്തിലുള്ള AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷനും വെബ്സൈറ്റ് ഒക്കെ നമ്മൾക്ക് മുന്നിൽ അവൈലബിൾ അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നേരെ ChatGPT എടുത്തോ, ജെമിനി എടുത്തോ, ഇതേപോലുള്ള ഏതെങ്കിലും ഒരു ആപ്പിന്റെ എടുത്തോ, ആപ്ലിക്കേഷൻ്റെ എടുത്തോ, വെബ്സൈറ്റ് വഴി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് അതിന്റെ റിപ്ലൈ കംപ്ലീറ്റ് കിട്ടും. നമുക്ക് ആവശ്യമുള്ള എല്ലാ ആൻസർ കിട്ടും. ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് ഒരിക്കലും നമുക്ക് കിട്ടാത്ത അറിവുകൾ നമുക്ക് കിട്ടുന്ന ഒരു മേഖലയാണ് വായന അഥവാ റീഡിംഗ് എന്ന് അല്ലേ. അതായത് റീഡിങ് ചെയ്തിട്ട് ഒരു വായനയ്ക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും മാറ്റി വെച്ചിട്ട് എൻ്റെ സമയം വേസ്റ്റ് ആയി അല്ലെ എനിക്ക് അറിവ് കിട്ടിയില്ല എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളെങ്കിലും കാണിച്ചു തരാൻ പറ്റും? ഒരിക്കലും ഇല്ല. ഇനി ഏതൊക്കെ ജനറേഷൻസ് മാറിയാലും എന്തൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ
ഏതൊക്കെ നൂതനമായിട്ടുള്ള എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും റീഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സംഭവമാണ്. ആ റീഡിങ്ങിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ബാക്കിയുള്ള ഓരോ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കി ഇന്ന് നമുക്ക് മുന്നിൽ പറഞ്ഞു തരാൻ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ മറ്റാരെക്കാളും ഫസ്മിനാമയോട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിഷ്കളങ്കമായ ഒരു മുഖത്തോടു കൂടി നമുക്ക് റീഡിങ്ങിൻ്റെ എല്ലാ വിവിധ മേഖലകളും സ്പർശിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഫസ്മിന മാഡത്തിനെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ മൈക്ക് ഫസ്മിന മാഡത്തിന് കൈമാറുന്നു. താങ്ക് യു എവരിവൺ. ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ല എല്ലാവർക്കും? Yes, audible ആണ് ma'am. ഓക്കെ, താങ്ക് യു. ആദ്യമായി തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷന് നൽകിയ അനസറിന് ആദ്യമായി തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. റീഡിങ്ങിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ സാറ് തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫസ്മിന. എൻ്റെ സ്വദേശം മലപ്പുറമാണ്. ഞാൻ തൃശ്ശൂരിലുള്ള NIPMR എന്ന സ്ഥാപനത്തിൽ സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്തു വരികയാണ്. ആദ്യമായിട്ട് തന്നെ ഇങ്ങനൊരു അവസരം തന്ന വിംബിൾ അക്കാദമിക്ക് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഈ സമയത്ത് ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇന്നത്തെ വിഷയം എല്ലാവരും ശ്രദ്ധിച്ച് കാണുന്നു കരുതുന്നു. ദ ആർട്ട് ഓഫ് റീഡിങ് അല്ലെ. വായന എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വായിക്കുന്നവരാണ് അല്ലെ. ദിനേന ഒരു പത്രമെങ്കിലും വായിക്കാത്ത, അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ വാട്സപ്പിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ എന്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴികളൊക്കെ ആയിക്കോട്ടെ നമ്മളൊക്കെ ദിനേന വായിച്ചു കൊണ്ടിരിക്കുന്നില്ലേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ? ഓഫ് കോഴ്സ്. ഓക്കെ. ഇത്തരത്തില് നമ്മൾ കുറച്ച് ഡിജിറ്റൽ ആയിട്ടുള്ള വായനകളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്ക് പുസ്തകത്തിനോടുള്ള വായനകളിലേക്ക് വരാം. അത്തരത്തില് നമ്മളെ ജീവിതത്തിൽ നമുക്ക് അത്രമേലെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള വായനകൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്ത് എന്നും മനസ്സിൽ നിലനിൽക്കുന്ന അത്തരത്തിലുള്ള വായനകൾ, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ആർക്കെങ്കിലും ഒക്കെ പറയാനുണ്ടോ? ഓക്കെ. ഓക്കെ, ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഒരു 45 വർഷത്തിന് മുൻപ് എന്നാണ് ആദ്യമായിട്ട് ഞാൻ ഈ നോൺ ഫിക്ഷൻ ബുക്ക് വായിക്കാൻ തുടങ്ങുന്നത്. ഫിക്ഷൻ ബുക്ക് എന്ന് പറഞ്ഞാൽ കഥാപുസ്തകങ്ങൾ, നോൺ ഫിക്ഷൻ ബുക്ക് എന്ന് പറഞ്ഞാൽ കഥയല്ല. നോൺ ഫിക്ഷൻ ബുക്കായിട്ട് ഡെയിൽ കാർനെഗി എന്ന് പറയുന്ന ആളുടെ ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്, ഇത് 80 വർഷം പഴക്കമുള്ള ഇതാണ്, പബ്ലിക്കേഷനാണ്. എത്രയോ എഡിഷൻ പ്രിന്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ഇറ്റ് മെയ്ഡ് എ ബിഗ് ചേഞ്ച്. ലൈഫിൽ തന്നെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ദാറ്റ് വൺ മോട്ടിവേറ്റഡ് മീ ടു റീഡ് മോർ ആൻഡ് മോർ. കഴിഞ്ഞ ഈ 45 വർഷത്തിനുള്ളിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബുക്കുകൾ തന്നെ ഒരു 1200ഓളം ബുക്കുകളുണ്ട്, നോൺ ഫിക്ഷൻ ബുക്സ്. ആ റീഡിങ് കിട്ടിയ പവറിലാണ് ഞാൻ തന്നെ ഒരുപാട് വെബിനാർസും വർക്ക്ഷോപ്സും എല്ലാം കണ്ടക്ട് ചെയ്തു. ഞാൻ ബേസിക്കലി മെഡിക്കൽ ഡോക്ടറാണ്. മെഡിക്കൽ ഡോക്ടറായിട്ടുള്ള എനിക്കൊരു സെക്കൻഡ് ലൈൻ ഓഫ് അന്നൊരു പ്രൊഫഷൻ പോലായി. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി റിട്ടയർഡ്. ഐ എം നോട്ട് ഡൂയിങ് എനി ഇത് പൈസ ഉണ്ടാക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാരണം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ദി ഹോൾ ടോക്ക് ഈസ് അബൌട്ട് ഫസ്മിന പറഞ്ഞത് റീഡിങ്ങിന്റെ. അപ്പൊ ആ റീഡിങ് വന്നിട്ട് ദാറ്റ് വൺ ഹ്യൂജ് ചേഞ്ച് ആണ് വരുന്നത്. ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞു, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ എൻ്റെ റിങ്ങിലുള്ള കുറെ പേർക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ മിക്കവരും ന്യൂസ് പേപ്പർ വായിക്കാറില്ല, ഒരു പുസ്തകവും വായിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന മിക്ക ഒരു മെസ്സേജും 80 to 90% ഫേക്ക് ഇൻഫർമേഷൻ ആണ്. അത് മാത്രമേ വായിക്കുന്നുള്ളൂ. അതാണ് പരിതാപകരമായ സിറ്റുവേഷൻ. ഓക്കെ, താങ്ക് യു. Thank you, sir, for your sharing your
എക്സ്പീരിയൻസ് സാറ് തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, എങ്ങനെയാണ് സാറിന്റെ ജീവിതത്തിൽ ഒരു പുസ്തകം അത്രമേല് പുസ്തകങ്ങൾ എത്രമേല് വായനകൾ അത്രമേല് സ്വാധീനിച്ചതെന്ന് സാറ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ലൈഫ് ലോങ് ആയിട്ട് ഇപ്പോഴും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം മറ്റ് ജീവജാലങ്ങളെ ഒക്കെ അപേക്ഷിച്ചിട്ട് നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ബുദ്ധിപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ ആത്മീയപരമായിട്ടും ഒക്കെ വളരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് നമ്മളെ വായനകൾ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു പുസ്തകം ഞാൻ വായിക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കില്ല മറ്റൊരു പുസ്തകത്തെ വായിക്കുന്നുണ്ടാവുക. അതാ ആരാണോ വായിക്കുന്നത് അയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ വായനകൾ നമുക്ക് നൽകുന്ന ഗുണങ്ങൾ എന്ന് നോക്കാം അല്ലെ. ഒന്നാമതായിട്ട് വായന നമുക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ എന്താണ് ഒരു തിരക്ക് പിടിച്ചൊരു ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ബിസിയാണ്. നമ്മൾ ഒരു കാര്യത്തെ തന്നെ നമുക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ സ്പാനുകളൊക്കെ വളരെ കുറഞ്ഞു വരികയാണെന്നുള്ള. നമ്മളിപ്പോ ഒരു ഫോണിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സേജ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ലാസ്റ്റ് ആണ് നമ്മൾ എത്ര സമയം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്തു എന്നും അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ എന്താ ചില സമയങ്ങളിൽ കുറ്റബോധം തോന്നാറില്ല. അപ്പൊ എന്താ നമുക്കിപ്പോഴും ഒരു ഒന്നിൽ നിന്ന് വേഗം മറ്റൊരു മങ്കി മൈൻഡ് സെറ്റ് ആണ് നമുക്ക് അല്ലെ, വേഗം അടുത്തതിലേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്താണ് പ്രൊഡക്റ്റീവ് ആയിട്ടൊരു കാര്യമോ ഒന്നുമില്ല. നമ്മളെ കൂടുതൽ സ്ട്രെസ്ഡ് ആക്കുക അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് ബിസി ആക്കുകയാണ് അതൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളൊരു TV കാണുന്ന സമയത്ത് എന്താ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം, പച്ചക്കറി അരിയാം, നമുക്ക് പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് നടക്കാൻ ഇറങ്ങാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെങ്കിൽ ഒരു പുസ്തകത്തിന്റെ കാര്യത്തിലേക്ക് ഒരു വായനയിലേക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി നിൽക്കാൻ പറ്റുമോ? നോ. ഇല്ല. നമ്മുടെ കണ്ണും മനസ്സും അതുപോലെ തന്നെ കാതും ഫുള്ളി വേണ്ട ഒരു ഇടമാണെന്ത് നമ്മുടെ വായന എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് നമ്മളത് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. നമ്മൾ എന്താണോ വായിക്കുന്നത് അതിലൂടെ ആ കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ജീവിത സാഹചര്യങ്ങളും നമ്മളും അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അത്തരത്തില് ഇന്നത്തെ കാലത്ത് വളരെയധികം ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധി എന്ന് പറയുന്നത് നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. ദിവസം ഒരു 15 മിനിറ്റോ 20 മിനിറ്റെങ്കിലും നമ്മൾ വായനക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വായിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് വായന നമ്മളെ നല്ലൊരു മനുഷ്യനാക്കുന്നു എന്നതാണ്. നമുക്കറിയാം പ്രളയകാലത്തും കൊറോണ കാലത്തും ഒക്കെ മലയാളികൾ എങ്ങനെയാണ് മറ്റു മനുഷ്യനെ ചേർത്ത് പിടിച്ചത് എന്നുള്ളത്. അതൊന്നും നമ്മൾ ആ ദുരന്ത മുഖത്ത് കണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചിലപ്പോ എന്താണ് അവിടെ പോയിട്ട് അനുഭവിച്ച കാര്യങ്ങളോ കണ്ട കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഇത് നൽകുന്ന ചില പ്രചോദനങ്ങളുണ്ട് അല്ലെ. അത് നമുക്ക് ചില ചിന്തകൾ ഇട്ട് തരുന്നുണ്ട്, ചില മെസ്സേജുകൾ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ബിരിയാണി എന്നുള്ള ഒരു ചെറുകഥ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? 2016 ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചെറുകഥയായിരുന്നു സന്തോഷ് ചിക്കാലത്തിന്റെ ബിരിയാണി എന്ന ചെറുകഥ അല്ലെ. അതില് എന്താന്ന് വെച്ചാൽ അന്യദേശക്കാരനായ ഗോപാൽ യാദവ് എന്ന യുവാവ് കേരളത്തിലേക്ക് വന്നിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ വരികയാണ്. അപ്പൊ അദ്ദേഹം ജോലി ചെയ്യാൻ വേണ്ടി ഒരു വീട്ടിൽ പോകുന്നു. അവിടെ അയാൾക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് കുഴി വെട്ടാനാണ്. അപ്പൊ കുഴി വെട്ടുന്നത് എന്തിനാണെന്ന് അയാൾക്ക് അറിയില്ല. കുഴി വെട്ടിയില്ല, അവസാന സമയത്താണ് അദ്ദേഹം അറിയുന്നത് താൻ ഈ വെട്ടുന്ന കുഴി എന്തിനുള്ളതാണ്, ആ വീട്ടിൽ അന്ന് നടന്ന ഫംഗ്ഷനിലെ ബാക്കി വന്ന ബിരിയാണി കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ എന്താണ് പട്ടിണി മൂലം മരണപ്പെട്ട ബസുമതി എന്ന തന്റെ മകളെ ഓർത്തിട്ട് ആ മനുഷ്യൻ കരയുന്നുണ്ട്. ഇത് വായിക്കുന്ന ഒരാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ആലോചിക്കാം. ഒരേ സമയം ആഡംബരം, ജീവിതം, അതുപോലെ തന്നെ പട്ടിണി, ഈ 3 വിഷയങ്ങളെ പ്രമേയമാക്കിക്കൊണ്ട് അവിടെ വരുന്നുണ്ട് അല്ലെ. ഇത് വായിക്കുന്ന ഒരാൾക്ക് എന്താ ഒരുപാട് ചിന്തകൾ അത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ എങ്ങനെ നമുക്ക് ചേർത്ത് നിർത്താൻ
ചേർത്ത് നിർത്താതിരിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിനോട് എങ്ങനെ നമുക്ക് അനാദരവ് പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇത്തരത്തില് ഒരു നല്ല മനുഷ്യനാക്കാൻ എന്താണ് ഈ വായനകള് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തില് നമുക്ക് അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്കൊരു പുതിയതായ അറിവ് തന്ന എന്തെങ്കിലും പുസ്തകത്തെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, താങ്ക് യു സർ. മൂന്നാമതായിട്ട് നമുക്ക് എന്ന് പറഞ്ഞാല് ഈ വായനകളൊക്കെ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് ജീവിതാനുഭവങ്ങളെ കാണിച്ചു തരുന്നു എന്നുള്ളതാണ് അല്ലെ. നമ്മളൊക്കെ ജീവിക്കുന്ന ഒരൊറ്റ ജീവിതമാണ് ഈ ലോകത്ത്. നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് അതെന്തും ആയിക്കോട്ടെ, ഏത് പുസ്തകങ്ങളും ആയിക്കോട്ടെ, നമ്മളെന്താണ് വ്യത്യസ്തമായിട്ടുള്ള ജീവിതങ്ങളിലൂടെ നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. വ്യത്യസ്ത സംസ്കാരങ്ങളെ നമുക്ക് പഠിക്കാം, വ്യത്യസ്ത ദേശങ്ങളെ പഠിക്കാം, അവരുടെ ജീവിത രീതികളെ പഠിക്കാം, സംസ്കാരങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ പുസ്തകങ്ങളിലൂടെ വായിക്കാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണല്ലേ. നമ്മൾ ഇവിടെയാണ് ജീവിക്കുന്നത് എങ്കിലും അങ്ങ് ദൂരെയുള്ള ഒരു ദേശത്തിന്റെ സംസ്കാരം മറ്റൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ അതിൽ ഏറ്റവും ഒന്നാണ് എടുത്തു പറയേണ്ടത് എസ്.കെ. പൊറ്റക്കാടിന്റെ നമ്മളെ യാത്രാനുഭവങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ ആ ബുക്കിലൂടെ വായിക്കുന്ന സമയത്ത് നമ്മളും തന്നെ ആ ദേശങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണാത്ത ലോകത്തിലൂടെ നമ്മളും ഇങ്ങനെ പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മള് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകം നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വായിക്കണമെന്ന് പറയുന്ന പുസ്തകമായിരുന്നു അന്നതൊക്കെ. അതിലെന്താണ് യുദ്ധമുഖത്ത് എങ്ങനെയാണ് ഒരു പെൺകുട്ടി അതിനെ അതിജീവിച്ച വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഇത് നമുക്ക് എന്താണ് നൽകുന്നത്? ഇത്തരം ജീവിത സാഹചര്യങ്ങൾ വായിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാവും. ഓക്കെ, ഒരുപാട് ആളുകളുടെയൊക്കെ ജീവിതാനുഭവങ്ങളൊക്കെ ഇതുപോലെ വായിക്കുമ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വീഴ്ച അല്ലെങ്കിൽ തകർച്ച വരുമ്പോൾ അതിൽ നിന്ന് ഉയർത്തെണീക്കാനുള്ള ഒരു എനർജിയും കൂടിയാണ് പല ആളുകളുടെയും ഡയറി കുറിപ്പുകളും ജീവിതവും. ഓക്കെ, താങ്ക് യു മാം. ഓരോ അതുപോലെ പറഞ്ഞോളൂ. ഓരോ പുസ്തകങ്ങളും നമ്മൾ ഓരോ കാലഘട്ടത്തിൽ വായിക്കുമ്പോഴും നമുക്ക് നൽകുന്ന അറിവുകൾ വെവ്വേറെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ വായിച്ച ആ ഒരു പെർസ്പെക്റ്റീവിലാവില്ല പിന്നീട് നമ്മൾ വീണ്ടും ആ ഒരു ബുക്ക് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അതായത് ഒരേ സാധനം തന്നെ ഗ്രാസ്പ് ചെയ്യുന്ന അറിവും നമ്മൾ എത്രത്തോളം നമ്മൾ വളരുന്നു അതിനൊക്കെ ബന്ധിപ്പിച്ചിട്ട് നമുക്ക് കിട്ടുന്ന നോളജ് നല്ല രീതിയിൽ വ്യത്യസ്തമാവുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇടർച്ച വരാതെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ്, പിന്നെ ഒരു ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷനുള്ള എന്തൊക്കെയോ സംതിങ് നമുക്കൊരു ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് പലതും നമുക്ക് കിട്ടുന്നുണ്ട്. താങ്ക് യു മാം. നമ്മളെന്താണ് ഇത്തരമൊക്കെ വായിക്കുന്ന സമയത്ത് എന്താണ് ഒരുപാട് മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നു അല്ലെ. ഈ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിപ്പോ അനുഭവിച്ചിട്ടില്ലെങ്കിലും വരും കാലങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങളില് പ്രതിസന്ധികളില് എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്നുള്ള ഒരുപാട് പാഠങ്ങൾ ഇത്തരത്തിലുള്ള പുസ്തകമൊക്കെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ള നമുക്കറിയാം ആടുജീവിതം എന്ന പുസ്തകം അല്ലെ. ആടുജീവിതം എന്ന പുസ്തകം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമായിരുന്നു. അത് പിന്നീട് എന്താണ് ഒരു സിനിമയായി മാറി, അതിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചു. എന്തുകൊണ്ടാണ് ആടുജീവിതം പോലുള്ള ഒരു സിനിമ അത്രമേല് നമ്മള് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അത് പ്രവാസ ജീവിതത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ പറയുന്നുണ്ട് എന്നും ഒപ്പം അത് നമുക്കിടയിലെ ഹക്കീമമാരും നജീബുമാരും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെയാണ് എന്താണ് അതെപ്പോഴും നമുക്ക് ചർച്ചയാവുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത്തരത്തില് നമ്മളെ ഈ വായനകളൊക്കെ തന്നെയും നമ്മളിപ്പോ നമ്മൾ എങ്ങനെ ആ പുസ്തകത്തെ കാണുന്നു എന്നുള്ളതാണ്. അത് ഓരോരുത്തരെ സംബന്ധിച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള അത് ഒരു എഴുതുന്ന എഴുത്തുകാരന്റെ ചിന്താഗതിയിലൂടെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അതിലൂടെ പോവുക എന്നുള്ളത്. ചിലപ്പം ആ എഴുത്തുകാരന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക.
അപ്പൊ അത്തരത്തിലുള്ളൊക്കെ ഒരു ചിന്ത, നമുക്ക് ആശയങ്ങള്, അത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ കിട്ടണമെങ്കിൽ എന്താണ്, നമ്മൾ ഈ പുസ്തകം തന്നെ വായിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് മറ്റ് ഡിജിറ്റൽ ആയിട്ടുള്ള വായനകളിൽ നിന്ന് അത്ര തന്നെ കിട്ടിക്കോളണം എന്നില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മളെ വായന നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളായിരിക്കും വായന നമുക്ക് നൽകുന്നത്? സ്ട്രെസ്, ഡിപ്രഷൻ പോലുള്ള പല അസുഖങ്ങളിൽ നിന്നും മാറി ഒരു ഏകാന്തമായിട്ട്, അതായത് നമുക്ക് വലിയ സ്ട്രെയിൻ ഇല്ലാതെ, ബോഡിക്ക് ഒരു വലിയ സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് വായന എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് എന്താണ് സ്ട്രെസ് കുറക്കാൻ പറ്റും, ഡിപ്രഷൻ കുറക്കാൻ പറ്റും എന്നൊക്കെ സാർ പറഞ്ഞോളൂ. താങ്ക് യു സർ. നമ്മുടെ അറിയാം, നാഷണൽ ഏജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു കണക്ക് പ്രകാരം, താങ്ക് യു സർ, ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. നമ്മളെ നാഷണൽ ഏജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു കണക്ക് പ്രകാരം നമ്മൾ എന്താണ്, നമ്മൾ വളരും തോറും അല്ലെങ്കിൽ പ്രായമാവും തോറും നമ്മുടെ കോഗ്നിറ്റീവ് സ്കില്ലുകൾ എന്താണ് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എന്താക്കണം, അതിനെ ഓവർകം ചെയ്യാനുള്ള 2 ഉപാധികളായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന 2 കാര്യങ്ങളിൽ ഒന്നാമത്തേത് വായനയാണ്, രണ്ടാമത്തേതാണ് മാത്സ്, കണക്ക് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ അതിൽ 20 മിനിറ്റെങ്കിലും നമ്മൾ എന്താണ് ഒരു പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം 24 മണിക്കൂറിൽ ഒരു 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 പേജ് 20 പേജ് 10 പേജെങ്കിലും നമ്മൾ എന്താ വായിക്കാൻ ശ്രമിക്കണം. ഇത് നമുക്ക് ഭാവിയിൽ നമുക്ക് തന്നെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് കൂടി നമ്മൾ എന്താണ് കൊടുക്കണം എന്നുള്ളതാണ്. കൊറോണ കാലത്ത് നമ്മള് ഇന്റർനെറ്റിൽ ആളുകൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്യപ്പെട്ട വേർഡുകളിൽ ഒന്ന് എന്തായിരുന്നു, മെഡിറ്റേഷൻ ആയിരുന്നു. ആ 5 വേർഡുകളിൽ ഒന്ന് മെഡിറ്റേഷൻ ആയിരുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് മെഡിറ്റേഷൻ നമ്മളെ റിലാക്സ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. അത്തരത്തില് നമ്മളെ കണ്ണ് തുറന്നുള്ള ഒരു ധ്യാനം, ഒരു മെഡിറ്റേഷൻ ആണ് നമ്മുടെ വായനകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് അതുപോലെ നമ്മളെ സ്ട്രെസ് കുറക്കാം. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഒരു സ്ട്രെസ്ഡ് ആയിട്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു പുസ്തകം വായിക്കുന്ന എന്നാണെങ്കിൽ നമുക്ക് അതിൽ നർമ്മോ മറ്റു കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ അതിലിങ്ങനെ ലയിച്ചു പോകും, മറ്റു കാര്യങ്ങൾ അത് നമ്മൾ ക്രമേണ അതൊന്ന് മാറി നിൽക്കും എന്നുള്ളതാണ് അല്ലെ, കുറച്ചു നേരത്തേക്കെങ്കിലും. അതുപോലെ നമ്മള് ഫോക്കസ് കൂടുന്നു പറഞ്ഞു. നമുക്ക് ബ്ലഡ് പ്രഷർ കുറക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ പറയില്ലേ. നമ്മൾ ഈ ഫോണിൽ ഉറങ്ങുന്നതിന്റെ സമയത്തിന് മുമ്പ് നമ്മൾ ഈ ഫോൺ നോക്കുന്ന സമയത്ത്, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ കിടക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഇത് തന്നെ ആയിരിക്കും നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മളൊരു പുസ്തകം എടുത്ത് വായിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മള് ആ പുസ്തകം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം മാത്രം എടുത്ത് വായിക്കുക. അപ്പൊ നമുക്ക് ആ ഇഷ്ടത്തോടെ, ആ ഇഷ്ടം കൊണ്ട് നമ്മൾ അതിലിങ്ങനെ ലയിച്ചിട്ട് ആ ഒരു ഓർമ്മയാവും പിന്നെ ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ പറയാറുണ്ട്, പുസ്തകം എടുത്താൽ ഉറങ്ങണമെങ്കിൽ പുസ്തകം എടുത്താൽ മതി എന്ന് നമ്മൾ തമാശക്ക് പറയാറുണ്ട് അല്ലേ. അപ്പം ശരിക്കും നമ്മൾ എന്താണ്, ഉറക്കത്തിലേക്ക് നല്ലൊരു ഉറക്കം കിട്ടാനും ഈ വായനകള് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഒരുപാട് അറിവുകൾ ഈ വായനയിലൂടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അല്ലെ. അക്കാദമിക്സ് ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള നമുക്ക് ഒരാളുടെ നമുക്ക് എന്ത് പേഴ്സണൽ ആയിട്ട് ഇതിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായി അറിയാൻ വേണ്ടിയിട്ടാണോ, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും എൻ്റെ അക്കാദമിക്സ് റിലേറ്റഡ് പഠിക്കാൻ വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ മറ്റു യഥാർത്ഥ സംഭവങ്ങളുടെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെ എന്തും ആയിക്കോട്ടെ നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ എന്താണ് വായിക്കുന്നതിലൂടെ കിട്ടും എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതും വായനയിലൂടെ നമുക്ക് കിട്ടുന്ന, അതുപോലെ നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ വായന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വായന നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ നൽകും എന്നുള്ളതാണ്. നമ്മളെ ഒരു പുസ്തകമുണ്ട്, ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ PV ഗംഗാധരന്റെ ഒരു പുസ്തകം, അനിയൻ എഴുതിയ അനുഭവക്കുറിപ്പാണത്. RCCയിലെ അനുഭവ കഥ, ജീവിതം എന്ന അത്ഭുതം എന്നുള്ളത്. ആ പുസ്തകത്തില് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ അനുഭവങ്ങളാണ് അതിൽ പറയുന്നത്. അതിലൊരു കഥയുണ്ട്, ഒരു അച്ഛന്റെയും മകളുടെയും കഥ. അതില് മകൾക്ക് ക്യാൻസറാണ്, ചെറിയ കുട്ടിയാണ്. അപ്പൊ അച്ഛന് ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, മകളുടെ ആരോഗ്യ അവസ്ഥകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ഡോക്ടർക്ക് എന്താണ്,
പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം അവിടെ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അച്ഛൻ തിരിച്ചു പോരുന്നുണ്ട്, പിന്നീട് അച്ഛൻ മരണപ്പെടുന്നുണ്ട്, മകള് ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വേലിയേറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് എന്തൊക്കെ തിരിച്ചറിവുകളാണ് നൽകുന്നത് എന്നുള്ളത്. അപ്പൊ അത്തരത്തില് നമ്മൾ അനുഭവിക്കുന്ന ജീവിതം എന്നത് പലരും എന്താണ് സ്വപ്നം കാണുന്നതാണ് എന്നുള്ളത് ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് തിരിച്ചറിവുകൾ നമുക്ക് വായനയിലൂടെ കിട്ടുന്നുള്ളതാണ്. അതെപ്പോഴും എന്താണ് വായിക്കുന്ന ആളെ ഡിപ്പെൻസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ വായന എന്ന് പറയുന്നത് നമുക്ക് ഒറ്റക്കായിരിക്കുമ്പോൾ നമ്മൾ ഒരു പുസ്തകങ്ങളോട് യാത്രകളിൽ നമ്മളെ ഏറ്റവും നല്ല കൂട്ടാണ് നമ്മുടെ വായനകൾ എന്ന് പറയുന്നത്. ഒരു പുസ്തകം എടുക്കുമ്പോൾ നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടായിട്ട്, നമ്മൾ ഒറ്റക്കാവുമ്പോൾ ഒരു കൂട്ടായിട്ടും നമ്മളെ പുസ്തകങ്ങൾ കൂടെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമുക്ക് വായനയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനോട് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറയാം, ബെനിഫിറ്റ്സുകൾ എന്തെങ്കിലുമൊക്കെ. കാരണം നമ്മളൊക്കെ വായിക്കുന്ന സമയത്ത് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളാവും ഉണ്ടായിരിക്കുക. അപ്പം ഇതൊക്കെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവും. അപ്പം നിങ്ങൾക്കും പറയാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാം. ആഡ് ഓൺ ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വാക്കുകൾ പഠിക്കാൻ പറ്റും, പല പല അർത്ഥങ്ങളുള്ള വാക്കുകൾ പഠിക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ, അത് ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് ഒരുപാട് ഫോക്കസ് കൊടുക്കാൻ പറ്റും. മറ്റുള്ള പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധിച്ച് നടക്കുന്ന ഒരാളാണ് എങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വായന ഒരുപാട് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? നമ്മളെ മെമ്മറി ആൻഡ് ബ്രെയിൻ പവർ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ. അതുപോലെ നമ്മളെ ഇന്റലിജൻസ്, അതുപോലെ നമ്മളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മളെ മൈൻഡിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിങ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഈ ഡിജിറ്റൽ യുഗത്തിനെയാണ് നമ്മൾ എല്ലാത്തിനും നമ്മൾ ആശ്രയിക്കുന്നത്. അതിലൊക്കെ നമുക്ക് റിട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി എഴുതപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ബിയോണ്ട് ദാറ്റ് നമുക്ക് അറിവുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെൽഫ് റീഡിങ് നടത്തുന്നെ വേണം. അത് കിട്ടുന്നത് നമ്മളെ ബുക്സിലൂടെ തന്നെയാണ്. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും ഉണ്ടോ പറയാൻ? ഏറ്റവും മെയിൻ ഒരു കാര്യം ഫസ്മിന മാം എനിക്ക് തോന്നിയത് റീഡിംഗ് ഹാബിറ്റ്, അതായത് റീഡിംഗ് ബുക്സ് എന്നുള്ള ഹാബിറ്റ് ഡെവലപ്പ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീൻ ടൈം നമുക്ക് കുറയ്ക്കാം. അതൊരു നമുക്ക് സത്യത്തിൽ നമ്മൾ പലപ്പോഴും കുട്ടികളോടായാലും മൊബൈൽ എടുത്തേക്ക് TV ഓഫ് ചെയ്യേ എന്ന് പറയും. ഉടനെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നത്, പിന്നെ അവരെന്ത് ചെയ്യും? പുറത്തുപോയി കളിക്കാൻ പറ്റാത്ത കുട്ടികൾ എന്ത് ചെയ്യും? അപ്പൊ ഈ റീഡിംഗ് ഹാബിറ്റ് നമ്മളെ പോലെ തന്നെ കുട്ടികളിലും, അതുപോലെ കുട്ടികളിൽ പോലെ തന്നെ നമ്മളിലും വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയില്ലേ സ്ക്രീൻ ടൈം കുറയ്ക്കൂ, സോഷ്യൽ മീഡിയ കുറയ്ക്കൂ. അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഹാബിറ്റ് അപ്പുറത്ത് വേണ്ടേ? അതിൽ ഏറ്റവും നല്ലൊരു ഹാബിറ്റ് തന്നെയാണ് റീഡിങ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളൊക്കെ റീഡിംഗ് ഹാബിറ്റ് ഉണ്ടായിരുന്നവർ പോലും അത് ഉപേക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ, ഇപ്പത്തെ മൊബൈലും സോഷ്യൽ മീഡിയയും ഈ സ്ക്രോളിംഗും ഒക്കെ വന്നതുകൊണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്ക്രീൻ ടൈം കുറയ്ക്കാൻ സാധിക്കും. അതിനൊരു പോസിറ്റീവ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തിരിച്ചുവിടാം നമ്മളെ, അല്ലേ? താങ്ക് യു പറഞ്ഞോളൂ. കറക്റ്റ് പോയിന്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി പറയുന്ന സൊല്യൂഷൻസിൽ ഫസ്റ്റ് നമ്പർ 1 സൊല്യൂഷൻ ആണ് റീഡിംഗ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സർ. പറഞ്ഞോളൂ സർ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഓക്കെ. ക്ഷമ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ പുതിയ കോണ്ടൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, നമ്മളെ മുമ്പൊക്കെ മൂവി ആയിരുന്നു 3 hours, അത് കഴിഞ്ഞ് പിന്നെ ഷോർട്ട് ആയി, അത് കഴിഞ്ഞ് ഇപ്പം ഫൈനലി ഇപ്പം നമ്മൾ സ്റ്റാറ്റസും ഷോർട്സും മാത്രമേ കാണുന്നുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കൊരു ക്ഷമയില്ല.
ഒരു കഥ മുഴുവനായിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് കാണാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് 5 മിനിറ്റും 10 മിനിറ്റും ആക്കി കുറച്ച് ഫൈനലി 30 സെക്കൻഡ്സിനകത്താണ് ഓരോ കഥയും പറയുന്നത്. പക്ഷെ വായിക്കുമ്പോൾ ക്ഷമയുണ്ടാവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. താങ്ക് യു മാം. താങ്ക് യു സർ. ഓക്കെ, അപ്പം ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ക്ഷമ കൂട്ടാൻ പറ്റും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. നമ്മളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകൾ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ എന്താണ് വായനകൾ സഹായിക്കുന്നൊക്കെ എല്ലാവരും പറഞ്ഞു. താങ്ക് യു ഓൾ. അപ്പോൾ ഇത്തരത്തിലൊക്കെ എന്താണ് നമുക്ക് വായനകൾ നമ്മൾ ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു പത്രമെങ്കിലും നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് നമ്മളൊന്ന് അവെയർ ആവുക, നമ്മളെ സ്വയം നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് എടുത്തു നോക്കുന്ന ബെസ്റ്റ് സെല്ലറുകൾ എന്ന് അറിയപ്പെടുന്ന അറ്റോമിക് ഹാബിറ്റ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ 5 AM ക്ലബ്ബ്, അല്ലെങ്കിൽ സീക്രട്ട്, ഏത് പുസ്തകം ആയിക്കോട്ടെ, ഇതൊക്കെ ബെസ്റ്റ് സെല്ലറുകളായത് എന്തുകൊണ്ടാണ്? ഇത് നമ്മളെയൊക്കെ ജീവിതത്തെ അത്രമേൽ സ്വാധീനിച്ചത് കൊണ്ടാണ് അല്ലെ? നമുക്കൊരു സെൽഫ് ഡെവലപ്മെന്റും അതല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, അത്രയും ഇത് നമ്മുടെ ജീവിതത്തിൽ ആഴത്തില് ഇമ്പാക്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതൊക്കെ എന്താണ് ബെസ്റ്റ് സെല്ലറുകളായി മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മളൊരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഒരു വായന തുടങ്ങുക എന്ന് പറയുന്ന ഒരു വലിയ ബുക്ക് എടുത്ത് തുടങ്ങാനും അതല്ലെങ്കിൽ നമ്മള് ഒരുപാട് ഒരു സമയം എടുത്ത് വായിക്കാനൊന്നും അല്ല നമ്മൾ പറയണത് അല്ലെ. നമ്മളൊരു ജസ്റ്റ് നമ്മൾ വായന സ്റ്റാർട്ട് ചെയ്യണം തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കഥകൾ എടുത്ത് വായിക്കുക എന്നുള്ളതാണ്. നമ്മള് കുഞ്ഞു കുഞ്ഞു കഥകൾ, ഒരു 20 കഥകളൊക്കെ അടങ്ങുന്ന ഒറ്റ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവൂല, അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. ഒരു ദിവസം ഒരു കഥ വായിക്കുക, അത് 1 or 2 പേജ് ഉണ്ടാവുള്ളൂ, എന്നാലും മതി. അപ്പൊ നമ്മൾ എന്താണ് 20 കഥ 20 ദിവസം കൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാം എന്നുള്ളത്. അത്തരത്തിൽ നമുക്ക് എന്താണ് ബിഗിനിങ്കാർക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. നമ്മള് പിന്നെ തുടക്കക്കാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വായിച്ച കാര്യങ്ങള് നമ്മൾ അടുത്തിരിക്കുന്ന ആളുകൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ അവരായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ തന്നെ നമ്മളെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക, സ്വയം അഭിനന്ദിക്കുക. ഇത്തരത്തിൽ നമുക്ക് തുടക്കക്കാർക്ക് എന്താക്കാം, നമ്മളെ വായന തുടങ്ങുക എന്നുള്ളത്, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം വായന എന്ന് പറഞ്ഞാൽ നമ്മളെ എന്റർടൈൻമെന്റും കൂടിയാണെന്നല്ലേ. ഒരുപാട് ബഷീറിന്റെ നർമ്മ കഥകളൊക്കെ ഒരുപാട് നർമ്മ കഥകൾ നമ്മള് ചെറുപ്പത്തിലായ സമയം നമ്മൾ ബാലഭൂമി, ബാലരമ, അതൊക്കെ നമ്മളൊക്കെ വായിച്ചിട്ട് തന്നെയോ നമ്മളൊക്കെ വായിച്ചിട്ടുള്ളവരായിരിക്കില്ല. ഇപ്പോഴും അതൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ നമ്മൾ എന്താണ് വായനകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മള് ഇന്ന് തന്നെ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ വായന എന്ന് പറഞ്ഞാൽ. അത് ചെറിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വായന നമുക്ക് എന്താണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് എന്നുള്ളതാണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരം 80,000-ലധികം കാഴ്ച പരിമിതരുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അവരില് മിക്കവാറും ആളുകളും എത്ര തന്നെ ടെക്നോളജി ഡെവലപ്ഡ് ആയി എന്ന് പറഞ്ഞാലും ഓഡിയോ ലൈബ്രറികളെ ആശ്രയിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത്. നമ്മൾ വായിക്കുന്ന സമയത്ത്, പുസ്തകം വായിക്കുന്ന സമയത്ത് ഒന്ന് ഉറക്കെ വായിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൽ നമ്മളെ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് അത്തരത്തില് കാഴ്ചാപരിമിതരായ ആളുകൾക്ക് വേണ്ടി നമുക്ക് വായിച്ചു കൊടുത്തിട്ട് അവർക്കിലേക്കും നമ്മുടെ വായനകൾ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിലൂടെ 2 ഗുണങ്ങളാണ്. ഒന്ന്, നമ്മുടെ വായനാശീലം നമുക്ക് വളർത്തുകയും ചെയ്യാം, നമ്മൾക്ക് തന്നെ ഒരു വായനാശീലം വളർത്തിക്കൊണ്ടുവരും. ഒപ്പം അവർക്ക് കൂടി അത് കേൾക്കാനുള്ള അവസരം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ ഭൂമുഖത്ത് നിന്ന് നാളെ നമ്മൾ അപ്രത്യക്ഷമായി പോയാലും നമ്മുടെ അടയാളപ്പെടുത്തലുകളായിട്ട്, നമ്മുടെ ശബ്ദങ്ങളായിട്ട് ആ വായനകളൊക്കെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇന്ന് കേരളത്തിലൊക്കെ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളും ടെലഗ്രാം ചാനലുകളും ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ എന്താണ് ദിനംപ്രതി രാവിലെ പത്രം ഓഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നവരും അല്ലെങ്കിൽ ദിനേന ഒരു 10 മിനിറ്റെങ്കിലും പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള നമ്മൾ വായിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിനുമുള്ള ആളുകൾക്ക് നമ്മളുടെ വായന കാഴ്ച പരിമിതിയുള്ളവരിലേക്കും എത്തിക്കുക എന്നുള്ളത് കൂടി വായന നമുക്ക് നൽകുന്ന മറ്റൊരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ
വായിക്കുക, നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുക. നമ്മളെ അഭിരുചിക്കനുസരിച്ച് നമുക്ക് വേണ്ട മേഖലകൾ ഏതാണോ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം 20 മിനിറ്റെങ്കിലും വായനക്കായി നമ്മൾ മാറ്റിവെക്കുക. നമ്മളെ ചിന്തകളെ, നമ്മളെ ആശയങ്ങളെ, നമ്മളെ ചുറ്റുപാടുകളെ ഒക്കെ ചുറ്റുപാടുകളെയൊക്കെ സ്വാധീനിക്കുന്ന വിധത്തിൽ ഒരു നല്ല മനുഷ്യനായി പരിവർത്തിക്കപ്പെടാൻ ഈ വായനകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറയാണ്. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും പുസ്തകങ്ങളെ കുറിച്ച് പറയാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമോ? ഹലോ മാം, ഞാൻ ഇപ്പൊ ഈ അടുത്ത് വായിച്ചൊരു ബുക്ക്, നമ്മുടെ ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ ഒരു ബുക്കില് കണ്ടൊരു കോട്ടുണ്ട്. നമ്മൾ ജയിക്കാത്തിടത്ത് വേറൊരാള് ജയിക്കാൻ വേണ്ടി നമ്മൾ കാരണമാകുന്നത് നമ്മളെ ജയം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത്. അത് സത്യത്തില് നമ്മളെ കൂടുതൽ ഒരാൾക്ക് എന്ത് അറിവ് പകർന്നു കൊടുക്കാനും അല്ലെങ്കിൽ അത് നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കോട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അത് ജസ്റ്റ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറഞ്ഞ ബുക്ക് എന്നാണ് കേട്ടോ. ഇപ്പൊ മാം പറഞ്ഞ കാര്യം ആരോ സംസാരിക്കാൻ വന്നു തോന്നുന്നു. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാം. ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോയൊരു ബുക്ക് ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ളതാണ്, സ്റ്റീഫൻ ആർ കോവിയുടെ. അത് വായിച്ചിട്ടില്ലാത്തവർ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബുക്ക് വായിക്കണം. നമ്മൾ സാധാരണ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചൊക്കെ അത് ബാലൻസ് ഇല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പോസിറ്റ് കൂടുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കാറുണ്ട്. അപ്പം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് കാലിയാവാതെ സൂക്ഷിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അപ്പം ആർക്കെങ്കിലും ഒരവസരം കിട്ടുകയാണെങ്കിൽ ആ ഒരു ബുക്ക് ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ള ബുക്ക് സജസ്റ്റ് ചെയ്യാണ്. താങ്ക് യു മാം. താങ്ക് യു. അർച്ചന മാം എന്തോ പറയാൻ വന്നില്ല, പറഞ്ഞു. ഞാൻ ഫെമീന മാം പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാം പറഞ്ഞത് മാതിരി നമ്മളിലൂടെ മറ്റൊരാൾക്കൊരു വിജയം കൈവരുമ്പോൾ അത് നമ്മുടെ വിജയമായി കാണുക എന്ന് പറഞ്ഞല്ലോ. അത് വളരെ ബുദ്ധിമുട്ടുള്ളതും പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ നമ്മളെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. അത് ആരെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ, നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം കൊണ്ട് ആരെങ്കിലുമൊക്കെ സക്സസ്ഫുൾ ആവുമ്പോൾ, അവര് സക്സസ്ഫുൾ ആയി അവരെന്തെങ്കിലുമൊക്കെ നേടിക്കഴിയുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി വേറെ ഒരു തലത്തിലെത്തി എന്ന് നമുക്ക് മനസ്സിലാവും. കുശുമ്പില്ലാതെ, എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ലേ അവർക്ക് കിട്ടിയത്, എല്ലാം അറിഞ്ഞിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നാണ് തോന്നുന്നതെങ്കിൽ വിജയമില്ല നമുക്ക്. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എത്തിപ്പെടാൻ കഷ്ടമാണ്. പക്ഷെ എത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്ലഷർ പോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മളിലൂടെ വിജയം കൈവരിക്കുന്ന ഒരുപാട് ആളുകളെ കാണുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം വരും. അതൊരു ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്. ഇത്രയും ആളുകളുടെ ഇടയിൽ ആ ഒരു കാര്യം, ആ ഒരു പോയിന്റ് മാം പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നാത്തത് ഉണ്ടെങ്കിൽ നമ്മളിലൂടെ ആർക്കെങ്കിലും ഒക്കെ വിജയം കണ്ടെത്തുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. പറ്റി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വിജയമാണ് നമ്മുടെ. അത് ഓഫ്കോഴ്സ് മാം, അത് പറഞ്ഞ ഒന്നാമത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഞാനൊരു കൗൺസിലറാണ്. അപ്പൊ നമ്മളെ ഓരോ ക്ലയന്റ് വന്ന് അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുമ്പോ അവർ ഇമോഷൻസ് ഒക്കെ അവര് കരഞ്ഞ് തീർത്ത് ഇന്നിപ്പോ എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ലാസ്റ്റ് നമ്മളെ പിടിച്ചൊരു ഹഗ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടണത് ഈ കൈൻഡ് ഓഫ് ഒരു സാധനം തന്നെയാണ്. അത് മാം പറഞ്ഞപ്പോ കുറച്ചുകൂടെ കണക്ട് ആവുന്നുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു പ്ലഷർ മൊമെന്റ് തന്നെയാണ്. അപ്പൊ നമുക്കത് കൂടുതൽ വേറൊരാളുടെയിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ള ഒരു നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും ചെയ്യും. നമ്മൾ കാരണം ഒരാൾക്കൊരു ഒരു പാത്ത് നമ്മൾക്ക് തുറക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു പ്രഷ്യസ് മൊമെന്റ് തന്നെ അല്ലേ?
അതെ അതെ, അത് പറ്റാന്നുള്ളത് വലിയൊരു ശരിക്കും പറഞ്ഞൊരു ടാസ്ക്കാണ്. അത് എളുപ്പമല്ല. നമുക്കതിൽ മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ശരിക്കൊരു ടാസ്ക്കാണ്. ആ ഒരു ടാസ്ക് നമ്മൾ ചെയ്യാൻ പഠിച്ചാൽ സ്മൂത്ത് ആയിട്ട്, അപ്പൊ പിന്നെ നമുക്ക് എത്രത്തോളം ആളുകൾ നമ്മളിലൂടെ വിജയം കൈവരുന്നോ അത്രത്തോളം നമുക്ക് പോസിറ്റീവ് എനർജിയും വരും, സന്തോഷിക്കാൻ പറ്റിയ. താങ്ക് യു മാം, താങ്ക് യു രണ്ടുപേർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. അതൊരു വായന നമുക്കൊരു ഹീലിംഗ് ആണ്, ശരി, തെറാപ്പിയാണ്. നമുക്ക് പുറത്തു കൊടുക്കാതിരിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും പുറത്തു കൊടുക്കുന്ന മനുഷ്യരുടെ കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും എന്താണ് നമുക്കുണ്ടായ വേദനകളെയൊക്കെ അലിയിച്ചു കളയാനും ഈ വായനകളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ആരാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇനി ആർക്കും ആഡ് ഓൺ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു അബിസാർ എന്തോ പറയാൻ വന്നു തോന്നുന്നു. പറയാൻ വന്നിരുന്നോ അബിസാർ? ഞാൻ അർച്ചന മാം പറഞ്ഞതിന്റെ കൂട്ട് തന്നെ പറയാനുള്ള, ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ വേറൊരാൾക്കൊരു ജീവിതത്തിൽ ഒരു വെളിച്ചം കൊടുക്കുകയും അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു റിവാർഡ് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിപ്പോ ഫസ്മിന മാം പറഞ്ഞ പോലെ നമ്മൾ വായിച്ച പുസ്തകങ്ങളും കഥകളും ഷെയർ ചെയ്തുകൊണ്ടാണെങ്കിൽ അതിന് വേറൊരു ടൈപ്പ് ഓഫ് മധുരം അല്ലേ? അതെ അതെ. ഈ കുട്ടികളോട് നമ്മൾ പറയുമല്ലോ, ഈസോ ഫേബിൾസും പഞ്ചതന്ത്രയിലെ കഥകളൊക്കെ പറഞ്ഞിട്ട് ഒരു മോറൽ പറഞ്ഞു കൊടുക്കും അല്ലേ? പിന്നീട് ജീവിതത്തിൽ അതെ. തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തളർന്നു പോകുമ്പോൾ കുഞ്ഞുകുട്ടികൾ പറയും, അമ്മ പറഞ്ഞ ആ കഥയിലെ പോലെ എന്ന് പറഞ്ഞ് അവർ ആ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഡൗൺഫോൾ വരുമ്പോൾ അവർ വീണ്ടും സ്ട്രോങ് ആവും. അതൊക്കെ ആ വായനയുടെ ഒരു ഗുണമാണ്. അല്ല, നമുക്ക് കുട്ടികളോടായാലും മാം പറഞ്ഞതിന്റെ കൂട്ട് അവർക്ക് വലിയ വലിയ വാക്കുകളൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത നമ്മുടെ ചെറിയ ചെറിയ കഥകളായിരിക്കും അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇന്ന കഥകളിലൂടെ എങ്ങനെ എനിക്ക് ആത്മധൈര്യം വരുത്തണം. അപ്പൊ ആ ചെറിയൊരു കഥകളായിരിക്കും അമ്മ പറഞ്ഞ അല്ലെ പപ്പ പറഞ്ഞ ഒരു ആത്മധൈര്യം വെച്ചുന്ന കഥകൾ, അല്ലെ അത്യാഗ്രഹത്തിന്റെ കഥകൾ, നമ്മുടെ ചെറിയ ചെറിയ കഥകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പണ്ട് പഠിച്ചേക്ക. അതൊക്കെ കുട്ടികൾ പറയും അതായിരിക്കും അവരുടെ ജീവിതത്തില് ഒരു വഴികാട്ടി എന്ന് പറയുന്നത്. ചില സെറ്റ് ഞാൻ ഇപ്പോഴും ചെറിയ പഴയ കഥകളൊക്കെ എന്റെ ക്ലയന്റ്സിനോടൊക്കെ പറയും, പക്ഷെ അതിൽ നിന്ന് വലിയ ഗുണപാഠങ്ങളുണ്ട്. ഞാൻ സാധാരണ പറയുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരു കൃഷിക്കാരനൊരു കഴുതയുണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടിങ്ങനെ പോയപ്പം ഒരു കുഴി കണ്ട കുഴിയിലേക്ക് ഈ കഴുതയെ തള്ളിയിടുന്നു. ഓരോരുത്തരുടെ വേർഷം മാറ്റും കേട്ടോ, സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ കഥയുടെ ഇച്ചിരിയൊക്കെ വേർഷം മാറ്റും. അപ്പൊ കഴുത അതിൻ്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നു. കാരണം കഴുത വിചാരിച്ച് യജമാനൻ എന്നെ രക്ഷിക്കും, കാരണം ഞാൻ ഇത്രയും നാൾ യജമാനനെ സഹായിച്ചു, ഞാൻ കാരണം പുള്ളിക്ക് കാശൊക്കെ ഉണ്ടാക്കി കൃഷിയിലൊക്കെ സഹായിച്ചു, എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ കഴുത ഇരുന്ന് കഴിയുന്നു. അപ്പം യജമാനൻ ചോദിച്ചു, ഇനി ഈ കഴുതയും കൊണ്ടൊന്നും കൊള്ളത്തില്ല, വയസ്സായ കഴുതയാണ്, ഇനി ഇതിനെ ഇവിടെ എന്തായാലും കുഴി വീണു, ഇനി അങ്ങ് കുഴിച്ചു മൂടാമെന്ന് വിചാരിച്ചു. പക്ഷെ കഴുത എന്ത് വിചാരിച്ചു, ഇനി എനിക്ക് യജമാനിൽ നിന്നൊരു സഹായം കിട്ടത്തില്ല, ഞാൻ എന്നെ തന്നെ രക്ഷിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പൊ പ്രതികൂലങ്ങളായ മണ്ണ് യജമാനൻ ഇങ്ങനെ കൃഷിക്കാരൻ ഇങ്ങനെ മണ്ണിങ്ങനെ അതിന്റെ പുറത്തേക്ക് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുന്ന ഒരു സമയത്ത് കഴുത അതെല്ലാം പ്രതിസന്ധികളെ കുടഞ്ഞ് അത് മേളിൽ കയറി. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളവിടെ വീണു പോകത്തതേ ഉള്ളൂ. നമ്മൾ ലക്ഷ്യങ്ങളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ സൊല്യൂഷൻ നമ്മുടെ ചുറ്റുമുണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ. അപ്പൊ അതിലേക്ക് നോക്കിയാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും എന്ന് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ഈ വായിച്ച കഥകളാണ് നമ്മൾ ഈ കുട്ടികൾക്കായാലും മറ്റുള്ളവർക്കായാലും പറഞ്ഞു കൊടുക്കുക. ചെറിയ വലിയ വലിയ വാക്കുകൾ പറഞ്ഞാൽ ചിലർ രക്ഷപ്പെടും, ചെറിയ കഥകളിലൂടെയൊക്കെ അങ്ങ് വായനയുടെ ഭാഗമായിട്ട് ഇതൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചെറിയൊരു വെളിച്ചവും ചെറിയൊരു മാറ്റവും കാണാനായിട്ട് സാധിക്കും, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കഥകളും കാര്യങ്ങളും കേൾക്കാൻ നേരത്താണ് അത് കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് എല്ലാം ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഞാൻ ഈ വായനയുടെ ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു. സാർ ഈ സ്റ്റോറിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, സൗണ്ട് കുറവാണ്. ഞാനൊരു IT പ്രൊഫഷണലാണ്. മുമ്പൊക്കെ നമ്മൾ ബിസിനസ് റിക്വയർമെൻറ്റ്സ് എന്നാണ് പറയുക.
ഒരു ക്ലയന്റ് ഉണ്ടാവും. ക്ലയന്റിന് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ടാവും. പക്ഷെ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് അജൈൽ എന്ന് പറയുന്ന മെത്തഡോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം യൂസർ സ്റ്റോറി എന്നാണ്, ബിസിനസ് റിക്വയർമെന്റ്സിന് പകരം. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ എൻഡ് യൂസർ ഈ പേജ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക സ്റ്റോറി വഴിയാണ്. ഇന്ന പേജിൽ ക്ലിക്ക് ചെയ്യുന്നു, അടുത്ത പേജിലേക്ക് പോകുന്നു, അങ്ങനെ. അപ്പം അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ടെർമിനോളജി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അബി സാർ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ നിൽക്കും, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും നമ്മൾ കഥകളുടെ രൂപത്തിൽ പറയുമ്പം. അപ്പം അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എല്ലാ മേഖലയിലും മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. താങ്ക് യു. താങ്ക്സ്. ഒരൊറ്റ ഒരു സജഷനേ ഉള്ളൂ. ദയവ് ചെയ്ത്, ഞാൻ മെഡിക്കൽ ഡോക്ടറാണ്, എന്നെ കണ്ട പ്രായം അറിയാമല്ലോ. ഞാൻ മെഡിക്കൽ പ്രാക്ടീസ് നിർത്തിയിട്ട് ഇപ്പോൾ 5 കൊല്ലമായി. മതിയായി, ചില വേണ്ടത്ര വർക്ക് ചെയ്തിട്ട് ഐ ഹാവ് ഏൺഡ് എനഫ്. ഞാൻ ഈ എല്ലാ ആഴ്ചയും ഒരു വെബിനാർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 250ഓളം വെബിനാർ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ കൂടെ കിട്ടിയ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് എനിക്ക്. മിക്കവരും എന്നെ വാട്സാപ്പിൽ കൂടെ അവരുടെ സംശയങ്ങൾ, ഓരോ രോഗത്തിനെ കുറിച്ചും, ഇന്ന മരുന്ന് എങ്ങനെയാണ്, ഇത് കഴിക്കാമോ, അത് കഴിക്കാമോ, എനിക്ക് ഈ സിംറ്റം ഉണ്ട്, ഇതാണോ അതാണോ, ഇവരെല്ലാവരും ഈ ഉള്ള അവിടുത്തെ ആരോഗ്യ ബോധവൽക്കരണ മാസികൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, മലയാളത്തിലാണ് ഒരുപാട് ആരോഗ്യ ബോധവൽക്കരണ മാസികൾ. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. അത് വായിക്കുന്നത് ആദ്യം നിർത്തണം. വായനാശീലത്തിൽ നിർത്തേണ്ടത് അതാണ്. അതിലെല്ലാം ആരോഗ്യ ബോധവൽക്കരണത്തിനേക്കാളും രോഗഭീതിവൽക്കരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വായിച്ച് പേടിച്ചിട്ട് ഇങ്ങോട്ട് എന്നെ വാട്സാപ്പിലേക്ക്, സാറേ ഇങ്ങനെ എനിക്ക് സിംറ്റംസ് ഉണ്ട്, ഞാൻ മറ്റേത് വായിച്ചപ്പോൾ അതിൽ ഇതാണ് പറയുന്നത്, ഇനി ഞാൻ എന്ത് ചെയ്യണം? സോ മൈ ഡിയർ ഫ്രണ്ട്സ്, സ്റ്റോപ്പ് റീഡിങ്. ഏതിൻ്റെയും ഗൂഗിളിലും നിങ്ങളുടേതായിട്ടുള്ള ഹെൽത്തിനെ കുറിച്ചുള്ളത് വായന ഒന്ന് നിർത്തുക. ഇത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഫോർ യുവർ ഹെൽത്ത്, വായനാശീലം നല്ലതാണ്, പക്ഷെ ഈ വായനാശീലം ഒരു വിധത്തിലും കൊള്ളത്തില്ല. താങ്ക് യു. അതെ, സാർ പറഞ്ഞ മാതിരി അല്ലേ, ചൂസ് റൈറ്റ് ബുക്സ് എന്നുള്ളത് പറയും അല്ലെ ഫസ്മിന മാം? വായിക്കണം, പക്ഷെ എന്ത് പുസ്തകം വായിക്കണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. സോ ഷാൽ വി വൈൻഡ് അപ്പ്? ആർക്കെങ്കിലും ആഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അർച്ചന മാം, ഒരൊറ്റ കാര്യം പറയും. എല്ലാവർക്കും ഈ ഇത്രയും സമയം ഇവിടെ വന്ന് നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്കും കൂടി ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളതാണ്. ഒരുപാട് ബുക്സിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു, വ്യത്യസ്തമായ ഡയമെൻഷൻസ് കിട്ടി എന്നുള്ളത്. അതിന് നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയാണ്. താങ്ക് യു ഓൾ. ഹലോ, ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട്, നമ്മൾ മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് വായിക്കാൻ, നമ്മൾ ബുക്ക് വായിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വേറെ പല കാര്യങ്ങളും വന്നു പോകും. അപ്പോൾ അത് വീണ്ടും ഒരു പേജ് വായിച്ച് വീണ്ടും അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വായിക്കുന്ന ഒരു വിഷയം വരാറുണ്ട്. അപ്പോൾ അത് മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് വായിക്കാൻ എന്തെങ്കിലും ടെക്നിക്സ്, അല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളതിന് ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് നോക്കുക. അപ്പോ മൈൻഡ്ഫുൾനെസ്സോട് കൂടി പുസ്തകം വായിക്കാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു. നമുക്ക് ആദ്യം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഈ മൈൻഡ്ഫുൾനെസ്സോടുകൂടി വായിക്കാൻ പറ്റാത്തതിന് പല കാരണങ്ങളായിരിക്കും. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ മൊബൈലാകാം, ഏതെങ്കിലും വ്യക്തികളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളാകാം. അപ്പം നമ്മൾ എന്താണോ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നിന്നും മാറ്റി നമ്മളൊരു പുസ്തകം വായിക്കാൻ ഒരു പ്രത്യേക ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നീട് ഉള്ളതെന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ മനസ്സിൽ കരുതി ഇരിക്കുക, എനിക്ക് ഈ പുസ്തകം ഒറ്റ ഇരിപ്പിൽ വായിച്ച് തീർക്കണ്ട, ഓരോ പാർട്ടായിട്ട് മാറ്റുക. ചിലപ്പം ഫസ്റ്റ് ഒരു 2 പേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 3 പേജ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പേജ് കൊടുത്തതിന് ശേഷം നമ്മൾ തുടക്കത്തിൽ പതുക്കെ ആ ഒരു ശീലം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റർബ് ആവുന്ന വാക്കുകളിലെ എല്ലാ കാര്യങ്ങളും മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ്. പിന്നെ ആദ്യം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ആദ്യമേ ഒരു വലിയ ബുക്ക് ആരെങ്കിലും റെഫർ ചെയ്തു എന്ന് കരുതി
10, 200, 400 പേജുള്ള ബുക്കുകളൊന്നും ഫസ്റ്റ് എടുത്ത് വായിക്കാതെ ചെറിയ ചെറിയ ബുക്കുകൾ കിട്ടും. ചെറിയ ചെറിയ നോവലുകളൊക്കെ ഉള്ള ചെറിയ ചെറിയ ബുക്കുകൾ കിട്ടും. ആ ബുക്കുകൾ വായിച്ച് വായനാശീലം ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പടിയായിട്ട് വലിയ ബുക്കുകളിലേക്കൊക്കെ പോകാം. ചുരുക്കി പറഞ്ഞതാണ്. അതെ, വായന ഒരു ലഹരിയാണ് അല്ലെ. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ഇത്തിരി കയ്പൊക്കെ ഉണ്ടാവും, ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അത് കിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒറ്റ ഇരിപ്പിൽ 2-3 പുസ്തകം വായിക്കും. ഈ നല്ല വായനാശീലമുള്ള ആളുകളെ കണ്ടിട്ടില്ലേ, അവര് നമ്മൾ പറയില്ല, ഉണ്ണാനും ഉടുക്കാനും വാങ്ങിയില്ലെങ്കിലും പുസ്തകം വാങ്ങും. അത് ആ ഒരു ലഹരിയിലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ അനസാർ പറഞ്ഞ മാതിരി ചെറിയ ഡോസിൽ എടുത്താലേ വലിയ ഡോസിലേക്ക് എത്തുള്ളൂ. നല്ല ക്ഷമ വേണ്ട പരിപാടിയാണ്. നമ്മൾ ഫോണിൽ കാണുന്നത് പോലെയല്ല. അത് സാറ് ക്ഷമ. റൌഫ് സാറ് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, എനിക്ക് തീരെ ഇല്ലാത്തൊരു സാധനം. എല്ലാ ബുക്കും വായിക്കണം സത്യം. എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു വെക്കും. പക്ഷെ ഒരു പേജ് പോലും എന്നെ നീങ്ങൂല, ഞാൻ അടച്ചു വെക്കും. നമ്മുടെ ഞാനൊരു ബുക്ക് വാങ്ങിച്ചിട്ട് കോൺസെൻട്രേഷൻ തീരെ കുറവാണ് ഇപ്പോ. കാരണം നമ്മൾക്ക് ഈ അതെ അതെ 5 മിനിറ്റ്സ് സെക്കൻഡ് ഉള്ള സാധനല്ലേ നമ്മൾ കാണുന്നത്. ഒരിട്ട് നമ്മൾ സങ്കട കാണുന്നുണ്ടെങ്കിൽ അടുത്ത റീലിൽ നമ്മൾ സന്തോഷ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇമോഷൻസ് മാറിക്കണ്ട് നമ്മൾ ആ രീതിയിലാണ്. ഒരു മൈൻഡ് ഗെയിമാണ് സത്യത്തിൽ ഈ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മൾ ആ ഒരു ട്രാപ്പിൽ പെട്ടുപോയ ഒരു ജനറേഷൻ ആണ് നമ്മളിപ്പോ. ഇപ്പൊ അതെ. മോർ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാരും ഒരു പുസ്തകത്തേക്കുള്ള ഒരു മടക്കം ആഗ്രഹിക്കുന്ന ഒരു ടൈമാണിത്. ഒരുപാട് സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി റീസെന്റ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത പോലെ തോന്നാറുണ്ട്. ഒരുപാട് ആൾക്കാർ അതിക്ക്, അതായത് കുറച്ചൊരു ഇയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എല്ലാവരും എന്ന് തോന്നുന്നുണ്ട്. ഒരു ചെറിയ മടക്കം. അതിലും മാം ശ്രദ്ധിച്ചോ, അതിലും ഇൻഫ്ലുവൻസ് ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ തന്നെയാണ്. പക്ഷേ വേറെ കാര്യമുണ്ട് അയ്യോ മാഡം. ഫെമിന മാഡം സൂചിപ്പിച്ച പോലെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇപ്പം പല വാരികകളിലും നേരത്തെ പ്രിന്റഡ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഇപ്പം മാറി ഡിജിറ്റലിലേക്ക് മാറി. ഇപ്പൊ ഫോണിനകത്തും ടാബിനകത്തും ഒക്കെ വായിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ അപ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു പുസ്തകം എടുത്ത് വെച്ച് നമ്മൾ വായിക്കുവാണെങ്കിൽ നമ്മളെ വേറെ ഇന്ററാക്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല. പക്ഷെ ഇന്നതൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ അത് ജസ്റ്റ് പൗസ് അടിച്ചിട്ട് നേരെ ആ നോട്ടിഫിക്കേഷൻ പോയി പിന്നെ പോയി അതങ്ങ് പോകും. അതാണ് അങ്ങനെ ഒരു നേരത്തെ പ്രോബ്ലം. ഞാനും അതാണ് പറയാൻ വന്നിരുന്നത്. ഞാൻ ഹലോ. ആരോ അതുപോലെ റെഫർ ചെയ്തിട്ടൊരു ബുക്ക് വായിക്കാൻ തുടങ്ങി. അത് ഇരുന്ന് വായിക്കാനുള്ള ക്ഷമയില്ലാത്തത് കാരണം അത് ഞാൻ ഓഡിബിളിൽ അത് വാങ്ങിച്ച് അതിപ്പോൾ സൈഡിൽ വെക്കും. അപ്പം പക്ഷെ കേൾക്കും, പക്ഷെ വായിക്കുമ്പം ഒരു 100% നമ്മുടെ ബ്രെയിനിൽ മെമ്മറൈസ് ചെയ്യുമെങ്കിൽ കേൾക്കുമ്പം 50% കയറുള്ളൂ. ബാക്കി 50% നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ക്ഷമയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ കോവിഡിന് ശേഷം പ്രത്യേകിച്ച് നമ്മൾ ഡിജിറ്റൽ നമ്മുടെ പ്രസൻസ് കൂടി. സിനിമകളെല്ലാം ഇപ്പം ഒരുപാട് സിനിമകളൊക്കെ കണ്ട് നമ്മുടെ ഓവർലോഡ് ആയിട്ടുണ്ട് നമ്മുടെ ബ്രെയിൻ. അപ്പം അതിൽ നിന്ന് കുറച്ചൊന്ന് തിരിച്ചു വരാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും പക്ഷെ ആവശ്യമാണ് ഇപ്പം. പിന്നെ നമ്മുടെ ഈ ന്യൂസ് പേപ്പറും അത്ര ബെനിഫിറ്റ് ആയി തോന്നണില്ല കേട്ടോ. ഈ രാവിലെ ഇല്ല. എണീറ്റിട്ടുള്ള ന്യൂസ് പേപ്പർ റീഡിങ്. കാരണം നമ്മൾ രാവിലെ എണീറ്റ് വല്ല മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ് ഒക്കെ ചെയ്ത ശേഷം രണ്ടാമത് നമ്മൾ ഈ ഒരു പത്രം വായിക്കുമ്പോൾ ഫുള്ളി നെഗറ്റീവ് സാധനമാണ് നമ്മളെ മൈൻഡിലേക്ക് വരുന്നത്. നമ്മളെ എത്ര ഹൈ ലെവൽ പോസിറ്റീവിലേക്ക് നമ്മളെ മൈൻഡിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച് പിന്നെ നമ്മൾ ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഫുള്ളി നെഗറ്റീവിലോട്ടാണ്. നമ്മൾ ഫുൾ അപകടങ്ങളും കൊലയും കാര്യങ്ങളും ആണ്. അതായത് ഫുള്ളി നമ്മൾ ആ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ആണ്. ഐ തിങ്ക് ഒരു ന്യൂസ് പേപ്പർ അത്ര ഒരു പണ്ട് നമ്മൾ പറയായിരുന്നു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യണം എന്ന്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ, പുറത്തൊന്നും ഇങ്ങനെയല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലാണ് ഈ ഫ്രണ്ട് പേജിൽ തന്നെ ഈ അപകടം, ദുരന്തം, എല്ലാ പ്രശ്നങ്ങളും ഫ്രണ്ട് പേജിലാണ്. ആൻഡ് ഐ നോ പീപ്പിൾ, അവര് ബാക്ക് നിന്ന് വായിക്കും, ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ നിർത്തും പേപ്പർ വായന. അങ്ങനെയും കുറച്ച് പേരുണ്ട്. കാരണം ഫ്രണ്ട് പേജാണ് ഏറ്റവും ബുദ്ധിമുട്ട്, വായിക്കാൻ കൊള്ളില്ലാത്തത്. ഈ പറഞ്ഞ മാതിരി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പോസിറ്റീവ് എനർജി എല്ലാം പോകും അല്ലേ മാം? അർച്ചനാജി, നിങ്ങൾ പറഞ്ഞത് അതിൽ കുറെ ട്രൂത്ത് ഉണ്ട്. ഇവിടെ ഞാൻ അമേരിക്കയിലാണ്. അമേരിക്കയിൽ വന്നിട്ട് 35 വർഷത്തിലേറെയായി. നാട്ടിലും വരാറുണ്ട്. നാട്ടിൽ വരുമ്പോഴും അവിടുത്തെ TV ചാനൽ ആദ്യകാലത്ത് കണ്ടുകൊണ്ടത്. ഞാൻ ഇപ്പം TV ന്യൂസ് കാണുന്നത് നിർത്തിയിട്ട് 30 വർഷമായി. TV ന്യൂസ് കാണുന്നത് നിർത്തിയിട്ട് എല്ലാം നെഗറ്റീവ്, സെൻസേഷണൽ, എല്ലാം വളച്ചൊടിച്ച് ഉള്ള മനസ്സമാധാനം എല്ലാം പോയി കിട്ടും. ഐ റീഡ് ന്യൂസ് പേപ്പർ, ഡിജിറ്റൽ ആയിട്ടുള്ള ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ്.
വേർ ഐ ഹാവ് കൺട്രോൾ. ഞാൻ ചൂസ് ചെയ്യും ഏതാണ് വായിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ ഐ വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ അബൌട്ട് ഇത് സെൻസേഷനലൈസ് ചെയ്യണോ, റിയൽ ഇതാണോ, അതോ ഡിസ്റ്റോർഷൻ ആണെന്ന് പോകും. സോ ന്യൂസ് പേപ്പർ നേരത്തെ മറ്റേവർ പറഞ്ഞ പോലെ ഫെമിന അവർ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ എല്ലാം ചെയ്ത് വന്നേച്ച് അവസാനം പോകുന്നത് ഈ പറഞ്ഞ കംപ്ലീറ്റ് നെഗറ്റീവ് ഇതാണ്, ടോക്സിക് ആണ്. ഇതെല്ലാം ടോക്സിക് ആണ്. നമ്മൾ കോൺഷ്യസ് പോലെ അല്ല. ശരിക്കും നമ്മുടെ ബ്രെയിനിനെ മാനിപ്പുലേറ്റ് ചെയ്യും, നമ്മുടെ തോട്ട്സിനെല്ലാം. അതുകൊണ്ട് ഞാൻ TV ന്യൂസ് കാണാറില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. 30 കൊല്ലത്തിലേറെയായി. ഒന്നും ഞാൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഐ കീപ് മൈസെൽഫ് അപ്ഡേറ്റഡ് ബൈ ഓൺലൈൻ ന്യൂസ് പേപ്പർ റീഡിങ്. അതിൽ ഞാൻ ചൂസ് ചെയ്യും ഏത് വായിക്കണം എന്നുള്ളതൊക്കെ. എനിക്ക് ആവശ്യമില്ലാത്ത ക്രൈം വായിച്ചുകൊണ്ട് ഒരു ഗുണവും ഇല്ല. എന്തിനാണ്? ഇൻ വാട്ട് വേ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് മീ, എംപവർ മീ? സോ ദാറ്റ് ഈസ് മൈ സജഷൻ. സ്റ്റോപ്പ്. അതിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ 900 ന്യൂസ് ചാനലുകളുണ്ട്. 24 മണിക്കൂറും വാർത്ത. എന്തോന്നാണ് 24 മണിക്കൂർ എന്തോന്ന് വാർത്ത? സോ ദേ ക്രിയേറ്റ് ന്യൂസ്. ദേ ആർ നോട്ട് റിപ്പോർട്ടിംഗ് ന്യൂസ്. ദേ ഫാബ്രിക്കേറ്റ് ന്യൂസ്. That is what is happening in Kerala. Thank you. Thank you, sir. Pasmina ma'am, shall we wind up? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കും ഇനി ഒന്നും പറയാനില്ല, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കും ഒന്നും പറയാനില്ല. ഇനി ഉള്ളവരെല്ലാം ഗ്രൂപ്പിൽ പറയാ. ഇറ്റ്സ് ഓൾറെഡി 8, സോ ഇറ്റ്സ് ടൈം. ഓക്കെ, അപ്പൊ വളരെ മനോഹരമായ ഒരു വിഷയത്തിന്റെ മുകളിലാണ് ഫസ്മിന മാം ഇന്ന് നമുക്കൊരു സെഷൻ എടുത്തത്. ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഒരു അവസരം കിട്ടിയ ഒരു ടോപ്പിക്കാണ്. ബുക്സിൽ നിന്ന് വഴിതിരിഞ്ഞു പോയിട്ടുള്ളവരൊക്കെ തിരിച്ച് വീണ്ടും ബുക്ക് വായനയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളൊരു നല്ല സന്ദേശം തന്നെയായിരുന്നു ഇന്നത്തെ സെഷൻ. താങ്ക് യു സോ മച്ച് ഫസ്മിന മാം. അതുപോലെ തന്നെ ഈ സെഷന് നല്ലൊരു ഇൻട്രോ തന്ന അനസ് സാറിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത്രയും നേരം 1 hour ഒന്നിച്ച് ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി ഇതുപോലെ തന്നെ ട്രെയിനേഴ്സ് ക്ലബിൽ മറ്റൊരു ട്രെയിനറുമായി Thursday 7 o'clock നമുക്ക് മീറ്റ് ചെയ്യാം. അന്നും ഇതുപോലെ തന്നെ വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു.